അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാ സഹോദരിമാർക്കും റാഹത്തല്ലേ. ഖത്തമുൽ ഖുർആൻ ഓതി തീർക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഖത്തമുൽ ഖുർആൻ ഓതി തീർക്കേണ്ട സമയം പ്രഭാത സമയത്തും അല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയത്തും ആയിരിക്കണം ഖത്തമുൽ ഖുർആൻ ഓതി പൂർത്തിയാക്കേണ്ടത്. മഗ്‌രിബിന് ഓതി തീർക്കുക അല്ലെങ്കിൽ സുബ്ഹിക്ക് ഓതി തീർക്കുക. അങ്ങനെ ചെയ്യുന്നത് സുന്നത്താണ്. ഖത്തമുൽ ഖുർആൻ ഓതി തീർക്കാൻ ഇനി സൂറത്തുൽ നാസ്, ഫലക്ക്, ഇഖ്ലാസ് എന്ന 3 സൂറത്ത് ഓതി തീർക്കാനേ ഉള്ളൂ എങ്കിൽ നമ്മളത് സുബ്ഹിയോ അല്ലെങ്കിൽ മഗ്‌രിബ് ആവുന്നിടം വരെയോ ആകുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുള്ളി ചേർന്ന 3 സൂറത്ത് ഓതി ദുആ ചെയ്യാം. അത് ഏറ്റവും നല്ലതാണ്, സുന്നത്താണ്. ഖത്തമുൽ ഖുർആൻ ഓതി അവസാനിക്കുമ്പോൾ നല്ല രീതിയിൽ ദുആ ചെയ്യുക. ചീരണി വെച്ച് മക്കളെയും ഭർത്താവിനെയും എല്ലാ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ഒന്നിച്ച് ദുആ ചെയ്യൽ സുന്നത്താണ്. ഖത്തമുൽ ഖുർആൻ പൂർത്തിയാക്കുന്ന അന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് ആകുന്നത് സുന്നത്താണ്. ഇപ്പോൾ നമ്മൾ റമദാൻ മാസമായതുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ടായിരിക്കും ഖത്തമുൽ ഖുർആൻ പൂർത്തിയാക്കുന്നത്. ഖത്തമുൽ ഖുർആൻ ഓതി തീർന്നിട്ട് ഉടൻ തന്നെ നമ്മൾ ദുആ ചെയ്യുക. അത് സുന്നത്താണ്. ഒരാൾ ഖത്തമുൽ ഖുർആൻ ഓതിക്കഴിഞ്ഞ് ദുആ ചെയ്താൽ 4000 മലക്കുകൾ ആമീൻ പറയുന്നതാണ്. ഓതിക്കഴിഞ്ഞ് അല്ലാഹു സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യുക. ഖത്തമുൽ ഖുർആൻ ഓതി തീർന്നയുടൻ ദുആ ചെയ്യുന്നതിന് മുമ്പ് സൂറത്തുൽ നാസ് ഓതി തീർന്ന ശേഷം അടുത്ത ഖത്തം ഓതി തുടങ്ങി വെച്ചിട്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്തുൽ ബഖറയുടെ കുറച്ച് ഭാഗം ഓതി വെച്ചിട്ട് നിർത്തുക. അതിനുശേഷം മാത്രമാണ് ഖത്തമുൽ ഖുർആൻ ഓതി പൂർത്തിയാക്കിയതിൻ്റെ ദുആ ചെയ്യൽ. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഖുർആനുമായി ബന്ധം ഞാൻ നിർത്തുന്നില്ല, തുടരുകയാണ് എന്ന് അർത്ഥം വരും. അതിനാണ് നമ്മൾ ഖത്തമുൽ ഖുർആൻ ഓതി തീർത്തതിന് ശേഷം നമ്മൾ ഫാത്തിഹയും ബഖറയുടെ ഒരല്പഭാഗവും ഓതി വെക്കുന്നത്. ഖത്തമുൽ ഖുർആൻ ഓതുമ്പോൾ നിയ്യത്ത് വെച്ച് വേണം ആദ്യം ഓതാൻ. നിയ്യത്ത് എല്ലാത്തിനും പ്രധാനമാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് നിയ്യത്തോടു കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ. റമദാനിൽ ഞാൻ ഒരു ഖത്തമുൽ ഖുർആൻ തീർക്കുകയാണ്. അതിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി, അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി ഖത്തമുൽ ഖുർആൻ ഞാൻ ഓതുന്നു എന്ന നിയ്യത്ത് വെച്ച് ഓതുക. ഏത് അമലും ചെയ്യുന്നതിന് മുമ്പ് നിയ്യത്ത് വെച്ച് ഓതിയാൽ അതിൻ്റെ പ്രതിഫലം കൂടുന്നതാണ്. അത് ആരും മറക്കരുത്. നമ്മൾ എന്ത് ചെയ്താലും നിയ്യത്ത് വേണം. ഖത്തമുൽ ഖുർആൻ മൊബൈലിൽ നോക്കി ഓതാം, പക്ഷേ നമുക്ക് ഖുർആൻ എടുത്ത് ഓതുന്നതിൻ്റെ കൂലി കിട്ടുകയില്ല. ഖത്തമുൽ ഖുർആൻ ഓതി തീർക്കേണ്ട സമയവും ഓതി ദുആ ചെയ്യേണ്ട സമയവും ഒക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. അതെല്ലാവരും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓതി ദുആ ചെയ്യുക. അതിൻ്റെ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഈ കുഞ്ഞറിവ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. സ്ഥിരമായി ഓതുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ഓതി നിർത്താം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ എന്നെ മറക്കരുതേ. അല്ലാഹു ഇൽമു പ്രചരിപ്പിച്ചതിൻ്റെ വലിയ ഒരു പ്രതിഫലം നിങ്ങൾക്ക് നൽകി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.